ഹായ്, ഞാനിന്ന് കാണിക്കുന്നത് ഒരു നല്ലൊരു റമദാൻ റെസിപ്പിയാണ്. ഇത് വന്നിട്ട് ചീസ് കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ബേക്കൊന്നും ചെയ്യണ്ട, തണുപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റാണ്, മേരി ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. 6 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് 1 സ്പൂൺ മെൽറ്റാക്കിയിട്ടുള്ള 1 സ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ പുഡിംഗ് പ്ലേറ്റിൽ നമുക്കതൊന്ന് പതുക്കെ സോഫ്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി വെക്കണം. അതിനായിട്ട് ഞാൻ 2 ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 100 ഗ്രാം വരും. എന്നിട്ട് നമ്മൾ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അത് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചാൽ മതി, അത് മെൽറ്റായിക്കോളും. അതിന് ശേഷം നമ്മൾ വന്നിട്ട് അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു തിക്ക് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇതേപോലത്തെ ബോക്സ് ക്രീം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉണ്ടാവും ഈ ക്രീം. അത് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 4 ക്യൂബ് ചീസ് ചേർക്കുന്നുണ്ട്. ഇതേപോലത്തെ ക്യൂബാണ്. നമുക്കതൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ആ കട്ടയൊക്കെ മാറാൻ വേണ്ടി ഒന്നുകൂടെ വിസ്ക് ചെയ്തെടുക്കാം. നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നത് ഫ്ലഫിയാക്കി എടുക്കാം. കട്ടയൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിരുന്നല്ലോ ചോക്ലേറ്റിൻ്റെ ഒരു 1/4 പോർഷൻ ഒന്ന് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഷുഗർ ആവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ പൊടിയും ചേർക്കാം. ഒരു 3 സ്പൂൺ ചേർക്കാം. ഇനി അതിലോട്ട് ഞാൻ 1 സ്പൂൺ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. ബൂസ്റ്റ് ഒന്ന് ഇങ്ങനെ വിതറിയിടാം. എന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതിലോട്ട് മുകളിലോട്ട് ഇത് ചേർക്കാം. ചേർത്തിട്ട് പതിയെ ഒന്ന് മീതെ പരത്തിയതിന് ശേഷം നമുക്ക് ബാക്കി ചോക്ലേറ്റ് ഇതും കൂടി ഇതിൻ്റെ മീതെ പതുക്കെ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇതാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മീതെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സ് പൊടിച്ചത് ചേർക്കാം. ഞാനിത് ബദാമാണ്. ബദാമും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊന്ന് മീതെ ഒന്ന് നമുക്ക്
ഇട്ട് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. പിന്നെ ബേക്കൊന്നും ചെയ്യണ്ട. ഈ റമദാനിന് ഈ റെസിപ്പി, ഈ സ്വീറ്റ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ചീസ് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബും ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.